പോയിട്ട് വരാം. ഇങ്ങനെ ഷോൾ ഇറക്കിയിട്ട് ഞാൻ എടുത്തേക്കാ പോകുന്നറിയോ? കെട്ട പല്ലിന്റെ റൂട്ട് കനാൽ ചെയ്യാൻ. ഒരു റൂട്ട് കനാൽ ചെയ്യാൻ ഇത്രയുള്ള ഷോ ഓഫ് വേണമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക. ആ നടക്കട്ടെ, മനുഷ്യനല്ലേ ഉള്ളേ. പല്ല് പൊന്തിയോണ്ട് പല്ല് താവാൻ വേണ്ടിയിട്ട് ക്ലിപ്പിട്ടു. ക്ലിപ്പിട്ടതിന് ശേഷം ക്ലിപ്പ് ഊരുന്നവരെ ഒരു കാത്തിരിപ്പായിരുന്നു. കാത്തിരുന്ന് ക്ലിപ്പ് ഊരിയപ്പം കിട്ടിയതോ കെട്ട പല്ലുകൾ. വേണമെങ്കിൽ ക്ലിപ്പിട്ട് തന്ന ഡോക്ടറെയും ഡോക്ടർ ക്ലിനിക്കിനെല്ലാം വേണം കുറ്റം പറയാ. പക്ഷെ അതല്ലല്ലോ സത്യം. ഞാൻ നേരം വേണം നോക്കാത്തോണ്ടല്ലേ എന്റെ പല്ലിന് കേട് വന്നിനി. അങ്ങനെ ആ കേടുപാടുകൾ നികത്താൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് ഈ പോക്ക്. രാവിലെ ഏകദേശം ഒരു 11:30 ഞാനും അനീഷേച്ചിയും സന്ധ്യച്ചിയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായത്. അങ്ങനെ തൊട്ടടക്കന്നെയുള്ള ഒരു ക്ലിനിക്കിലാണ് പോയിട്ടുണ്ടായത്. പലതരം കനാലുകൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ടെങ്കിലും ഈ റൂട്ട് കനാലിനെ പറ്റിയിട്ട് ഓൺലി എനിക്ക് കേട്ടുപരിചയം മാത്രമേ ഇല്ലൂ. അങ്ങനെ എന്റെ റൂട്ട് കനാലിന് ശേഷം നമ്മൾ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് പച്ചക്കറിയെല്ലാം വാങ്ങി. പിന്നെ മെഡിക്കൽ സ്റ്റോർ പോയി ഒരു മരുന്നും വാങ്ങി. അപ്പൊ പിന്നെ എന്റെ റൂട്ട് കനാലിന് കൂച്ചു വന്നതല്ലേ, ഇവർക്ക് എന്തെങ്കിലും തിന്നാൻ വാങ്ങി കൊടുക്കാന്നെല്ലാം വിചാരിച്ചിട്ട് അവരും കൂട്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറി. ഈ ഇരിപ്പ് കണ്ട സന്ധ്യച്ചിക്ക് പല്ലുവെനിയാൻ തോന്നുമെങ്കിലും അതല്ല കാര്യം. അവരെ മെനു കണ്ട് ഇവർ ഞെട്ടി ഗൈസ്. പണ്ട് SLC പരീക്ഷയ്ക്ക് ഇതുപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ വല്ല ഡോക്ടറും ആവുമെന്നാണ് അനീഷേച്ചിന്റെ അഭിപ്രായം. പിന്നെ വെറുതെ അവരെ മെനു നോക്കിയിട്ട് എന്റെ പല്ലുവേദന അധികാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതിലൊന്നും ഇടപെടാൻ പോയിട്ടാ. ആണവ കരാറിൽ ഒപ്പിടാൻ വരെ ഇത്രയും ചിന്തിക്കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തു ഗൈസ്. ഓർഡർ ചെയ്ത ക്ഷീണത്തിന് മുഖം തോർത്താൻ വേണ്ടിയിട്ട് സന്ധ്യച്ച് ഒരു ടവൽ വരെ എടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് രണ്ടാക്കും റോയൽ ഫലൂദയും പിന്നെ എനിക്കൊരു ചോക്ലേറ്റ് ഷേക്കും പിന്നെ എല്ലാവർക്കും കൂടി മോമോസും ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. നമ്മളൊരു കയ്യിലിരിപ്പ് വെച്ച് ശരിക്കും 5 മിനിറ്റ് കൊണ്ട് അതെല്ലാം തീർത്തിട്ട് ഇറങ്ങേണ്ടതാണ്. പക്ഷേ റൂട്ട് കനാലിന് വേണ്ടിയിട്ട് തരിപ്പിക്കലിന് ശേഷം എന്റെ മുഖം ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു പോയി ഗൈസ്. എന്റെ റൂട്ട് കനാൽ എക്സ്പീരിയൻസ് കേൾക്കണമെങ്കിൽ പറഞ്ഞോട്ടാ.